Good morning, dear students. Next chapter, that is seventh chapter, the world of carbon. In this chapter, we are discussing about the specialities or properties of carbon, then allotropes of carbon and different compounds, then carbon cycle. We have carbon. Carbon is the element വിത്ത് അറ്റോമിക് നമ്പർ 6 അല്ലേ. അറ്റോമിക് നമ്പർ 6 ഉള്ള ഒരു എലമെൻ്റാണ് എന്ത്, കാർബൺ. ദെൻ കാർബൺ ഇസ് ദ എലമെൻറ്റ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഫുഡ്, ക്ലോത്ത്, ഓയിൽസ്, സോപ്പ്, കോസ്മെറ്റിക്സ്, ഫ്യൂവൽസ്, മെഡിസിൻസ്, പ്ലാന്റ് അനിമൽ ബോഡി, പെയിൻറ്റ്സ്, റബ്ബർ, പേപ്പർ, പ്ലാസ്റ്റിക് എക്സെട്ര. These are the in these substances the primarily carbon compounds. The substance contains carbon. Okay. Then presence of carbon in nature. Carbon is the one of the element that is seen in nature both in elemental and combined state. കമ്പൈൻഡ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ കാർബണിൻ്റെ തന്നെ എലമെൻ്റൽ ഫോമിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ കോമ്പൗണ്ട്സിനെ കാണുന്നുണ്ട് അല്ലേ. We have the charcoal residue left behind when the substance undergo combustion is due to the presence of carbon. We know when the substance undergo combustion, the charcoal is left. Then this is due to the presence of carbon, and also the black, when the substance are burning, the black smoke, that is due to the presence of carbon. Underline this point and also underline this point. ഓക്കെ. അപ്പോൾ അങ്ങനെ കാർബണിൻ്റെ നമ്മൾ പറഞ്ഞു ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലാക്ക് സ്മോക്ക്, അതേപോലെ തന്നെ സബ്സ്റ്റൻസസ് കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു റെസിഡ്യൂ, ചാർക്കോൾ റെസിഡ്യൂ, അതിലൊക്കെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. പിന്നോ ദി properties of the carbon. First one, symbol. What is the symbol of the carbon? That is C. Then atomic number of carbon is 6. Atomic number of carbon is 6. Then its electronic configuration 2,4. Number of electrons in the outermost shell. What is the number of electrons in the outermost shell? That is equal to 4. Then what is the valency? outermost ഷെല്ലിൽ, കാർബണിൻ്റെ outermost ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്, 4 ആണ്. സോ ദ വാലൻസി ഓഫ് കാർബൺ ഈസ് ആൾസോ 4. ദെൻ ഈസ് കാർബൺ ഈസ് എ മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടർ? കാർബൺ ഈസ് എ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഓർ ഇറ്റ് ഷോസ് നോൺ മെറ്റൽ. അപ്പോൾ കാർബണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അറ്റോമിക് നമ്പർ, അതിൻ്റെ കോൺഫിഗറേഷൻ, അതിൻ്റെ വാലൻസി, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കാർബൺ എന്ന് പറഞ്ഞാൽ അത് ഫുഡ് സബ്സ്റ്റൻസ്, ഒരുപാട് സബ്സ്റ്റൻസിൽ കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. നെക്സ്റ്റ് പറയാനുള്ളതാണ് അല്ലോട്രോപ്സ് ഓഫ് കാർബൺ. അപ്പോൾ അല്ലോട്രോപ്സ് ഓഫ് കാർബൺ പറയുന്നതിന് മുമ്പ് അല്ലോട്രോപ്സ് എന്താണെന്നുള്ളതാണ്. Allotropes means an element with same property, and the different form of an element is called allotropes. Different forms of an element is called allotropes. This phenomenon is called allotropy. ഒരു എലമെൻറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോം, ഇപ്പോൾ കാർബണിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോം, ഡയമണ്ടിൽ കാർബണാണ്. അതേപോലെ ഗ്രാഫൈറ്റ്, നമ്മളെ പെൻസിലിലൊക്കെ നമ്മൾ എഴുതാൻ യൂസ് ചെയ്യുമല്ലോ ഗ്രാഫൈറ്റ്, അത് കാർബണാണ്. അങ്ങനെ കാർബണിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് അല്ലേ. അങ്ങനെ അതേപോലെ തന്നെ ഒരു സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് ഇത് പറയുന്നത്, അല്ലോട്രോപ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ സെയിം എലമെൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആർ കാൾഡ് allotropes. This phenomenon is called allotropy. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ എക്സെട്ര ആർ ക്രിസ്റ്റലൈൻ allotropes ഓഫ് കാർബൺ. ഇതൊക്കെ എന്താണ്, കാർബണിൻ്റെ allotropes ആണ്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ആൻഡ് ഗ്രാഫീൻ. ദീസ് ആർ ദ allotropes ഓഫ് കാർബൺ. നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് allotrope ഈസ് ഡയമണ്ട്. ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് allotrope ഓഫ് കാർബൺ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് allotrope ഓഫ് കാർബൺ.
ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് പറയുന്നത്. വെരി ഹാർഡാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ഡയമണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആണ്, അതേപോലെ തന്നെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Then some uses of diamonds used to make ornaments, used for cutting glass ornaments making. അതേപോലെ തന്നെ ഗ്ലാസ് കട്ടിങ്ങിന് വേണ്ടി ഏത് യൂസ് ചെയ്യുന്നു? ഡയമണ്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ കാർബണിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് അല്ലോട്രോപ്പാണ് ഏത്? ഡയമണ്ട്. ഇനി നമ്മൾ ഡയമണ്ടിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ യൂസസ് പറഞ്ഞു. എന്താണ്? ഗ്ലാസ് കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് അല്ലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയ അല്ലോട്രോപ്പാണെന്ന് പറഞ്ഞു. നോക്കി നോക്കൂ, അതിൻ്റെ കാരണം ഇൻ ദി ഫിഗർ 7.1 ഇതാണ് പിന്നെ ഡയമണ്ടിൻ്റെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അവിടെ ഇൻ ദി ഫിഗർ 7.1 ഹിയർ ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് ബൈ കോവാലൻ്റ് ബോണ്ട് വിത്ത് 4 അതർ കാർബൺ ആറ്റം. നോക്കി നോക്കും, ഇവിടെ ഓരോ കാർബണും കൺസിഡർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള അതിൻ്റെ ചുറ്റുമുള്ള 4 കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡ് ബൈ കോവാലൻ്റ് ബോണ്ട് വിത്ത് 4 അതർ കാർബൺ ആറ്റം സറൗണ്ടിങ് ഇറ്റ്. ദി സ്ട്രോങ് ബോണ്ടിങ് റെസ്പോൺസിബിൾ ഫോർ ഹാർഡിനെസ് ഓഫ് ദി ഡയമണ്ട്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വൈ ദി ഡയമണ്ട് ഈസ് ടു ബി വെരി ഹാർഡ്. എന്തുകൊണ്ടാണ് ഡയമണ്ട് വെരി ഹാർഡ് ആവാൻ കാരണം? അപ്പോൾ അവിടെ എന്താ? ഇൻ ദി കേസ് ഓഫ് ഡയമണ്ട് ഇവിടെ ആഡ് ചെയ്യാം. ഇൻ ദി കേസ് ഓഫ് ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ലിങ്ക്ഡ് ബൈ കോവാലൻ്റ് ബോണ്ട്. അതിലുള്ള ഓരോ കാർബൺ ആറ്റം എന്താ? കോവാലൻ്റ് ബോണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. സോ ദേ ഹാവ് വെരി ഹാർഡ്. ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഇൻ ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഡയമണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ. അത്രമാത്രം മതി പോയിന്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ക്ലിയർ? നെക്സ്റ്റ് വൺ ഗ്രാഫൈറ്റ്. അപ്പോൾ കാർബണിൻ്റെ ഫസ്റ്റ് അല്ലോട്രോപ്പാണ് ഏത്? ഡയമണ്ട്. സെക്കൻഡ് അല്ലോട്രോപ്പാണ് ഏത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് നോക്കിയേ. ഗ്രാഫൈറ്റ് ഈസ് ദ സോഫ്റ്റസ്റ്റ് ക്രിസ്റ്റലൈൻ അല്ലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും സോഫ്റ്റസ്റ്റ് അല്ലോട്രോപ്പാണ് ഏത്? ഗ്രാഫൈറ്റ്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി, ഗ്രേ ഇൻ കളർ, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, നോൺ വൊളാറ്റൈൽ. ഇതൊക്കെ അതിൻ്റെ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ യൂസസ് യൂസ്ഡ് ടു മേക്ക് പെൻസിൽ ലെഡ്, യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോഡ്സ് ഓഫ് ഡ്രൈ സെല്ല്, യൂസ്ഡ് ആസ് എ സോളിഡ് ലൂബ്രിക്കൻ്റ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും മനസ്സിലാക്കി വെക്കുക, അതേപോലെ തന്നെ യൂസസും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ദെൻ അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് പേജ് നമ്പർ 17.2 തന്നിട്ടുള്ളത്. പേജ് നമ്പർ ഫിഗർ 17.2 തന്നിട്ടുള്ളത് ഏതാണ്? ഗ്രാഫൈറ്റിൻ്റെ പിക്ചറാണ്. ഇനി നോക്കിയേ, അതിൻ്റെ കേസ് ഇൻ ദി കേസ് ഓഫ് ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് വിത്ത് അതർ 3 സറൗണ്ടിങ്. ഡയമണ്ടിലാണെങ്കിൽ ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് വിത്ത് 4 കാർബൺ ആറ്റം ആയിരുന്നു. ഇവിടുത്തെ കേസിൽ കോവാലൻ്റ്ലി ബോണ്ടഡ് വിത്ത് 3 surrounding carbon atoms and forms a sheet-like structure. These sheet or layers stacked one above the other to form the structure. Each layer is made up of hexagon. ഗ്രാഫൈറ്റിലെ ഓരോ ലെയറും എന്താ? ഹെക്സഗൺ ആണ്. There is no covalent bond between these layers. These layers are held together by weak van der Waals force. Hence, one layer can slide over the other. ഇവിടെ ഗ്രാഫൈറ്റിൻ്റെ കേസിൽ ഒരു ലെയർ മറ്റേ ലെയറിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ സ്ലൈഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അതാണ് പറയുന്നത്. ഓരോ ലെയറും എന്താ? ഹെക്സഗൺ ആണ്. കോവാലൻ്റ് ബോണ്ടിങ് ഒന്നുമില്ല. ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗെദർ. ഓരോ ലെയറും ഹെൽഡ് ചെയ്യുന്നത് ബൈ വീക്ക് വാൻ ഡർ വാൾസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഗ്രാഫൈറ്റ് അതേപോലെ തന്നെ ഡയമണ്ട്. നെക്സ്റ്റ് പറയാനുള്ളതാണ് അമോർഫസ് കാർബൺ.
Amorphous carbon means coke, coal, charcoal, bone charcoal, etc. are non-crystalline. Non-crystalline ആയ allotropsiനെയാണ് എന്ത് പറയുന്നത്? amorphous carbon. The non-crystal allotropes of carbon is called amorphous carbon. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ദി കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. വിച്ച് ഈസ് ദ, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. വിച്ച് ഈസ് ദ മെയിൻ കാർബൺ കോമ്പൗണ്ട് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയ ഏറ്റവും കൂടുതലുള്ള കാർബൺ കോമ്പൗണ്ട് ദാറ്റ് ഈസ് CO2. വിച്ച് ഈസ് ദ മെയിൻ കോമ്പൗണ്ട് ഫോംഡ് ഡ്യൂറിങ് ദ കമ്പസ്റ്റൻ ഓഫ് കാർബൺ കോമ്പൗണ്ട്. കാർബണിൻ്റെ കമ്പസ്റ്റൻ അല്ലേ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് CO2. ഇനി പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ആണ് പറയുന്നത്. നോക്കിക്കൂ, കാർബൺ ഈസ് പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് കാൽഷ്യം കാർബണേറ്റ് വിത്ത് HCl. കാൽസ്യം കാർബണേറ്റും HClഉം റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ടാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റിയാക്റ്റൻസ് ഡയലൂട്ട് HCl ആൻഡ് കാൽഷ്യം carbonate. The calcium carbonate react with the dilute HCl and produces carbon dioxide. Here in the production of carbon dioxide, which are the reactants? That is calcium carbonate and hydrochloric acid. Okay, calcium carbonate react with the mark ചെയ്തോളൂ ട്ടോ. Calcium carbonate react with HCl and produces CO2. Here how we can identify the gas formed here CO2. ഇവിടെ എങ്ങനെയാണ് CO2 ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആ ഉണ്ടാകുന്ന ഗ്യാസിനെ ദിസ് ഗ്യാസ് ഈസ് ആഡഡ് ടു സ്ലാക്ക്ഡ് ലൈം. ദിസ് ടേൺസ് ലൈം വാട്ടർ, സ്ലാക്ക്ഡ് ലൈം അല്ല ലൈം വാട്ടർ, ദിസ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി കളർ. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാവുന്ന ഗ്യാസിനെ എന്ത് ചെയ്യുക, ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുക. ലൈം വാട്ടറിനെ മിൽക്കി കളർ ആയാൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്യാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ച് തന്നിട്ടുണ്ട്, ഏതാണ് കറക്റ്റ് നോക്കുക. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ കളർലെസ് കോമ്പൗണ്ട്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോട്ട് എ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ. ഓർഡർലെസ് മീൻസ് സ്മെല്ലില്ലാത്ത. ഡെൻസർ ദാൻ എയർ. നോക്കൂ, വെദർ ദ അക്യൂസ് സൊല്യൂഷൻ ഓഫ് CO2 ഈസ് അസിഡിക് ഓർ ആൽക്കലൈൻ. CO2ൻ്റെ അക്യൂസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആഡ് വിത്ത് വാട്ടർ. CO2 വാട്ടറുമായി ആഡ് ചെയ്തപ്പോൾ H2CO3 പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുള്ളത് കാർബണിനെ കുറിച്ച് പറയുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് കാർബൺ സൈക്കിളാണ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത്ര മതി. കാർബണിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ വായിച്ചതൊക്കെ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക കേട്ടോ.